ഡൽഹി സ്ഫോടന കേസിൽ ആക്രമണത്തിന് ഉപയോഗിച്ച കാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അധികം പരിശോധിച്ചു വരുന്നത് സൈന്യം. ഇപ്പോൾ ഇതാ ഫരീദാബാദിന് ചുറ്റും 1000 സൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മെഗാ പരിശോധനയ്ക്കാണ് ഈ സൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1 സമീപം ഉണ്ടായ ഉഗ്രമായ ബോംബ് സ്ഫോടനം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും i20 കാറിന്റെ ഉടമയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആദ്യം പഹൽഗാമിലെ ഒരു സൽമാനാണ് ഇതിൻ്റെ ഉടമ എന്ന് പറയുന്നു. സൽമാൻ ഇത് താരിഖിന് വിറ്റു എന്ന് പറയുന്നു. എന്നാൽ താരിഖ് സൽമാൻ ഇത് വിറ്റതിന് ശേഷവും സൽമാന്റെ പേരിൽ തന്നെയാണ് കാർ വച്ചിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ സർവത്ര ആശയക്കുഴപ്പം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ചാവേറാണ് ഡൽഹിയിൽ സ്ഫോടനം നടത്തിയത് എന്ന റിപ്പോർട്ടുകൾ കൃത്യമായി പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ഉമർ മുഹമ്മദ്, അതായത് ഈ വൈറ്റ് കോളർ ടെററിസം, ഈ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചുവടുറപ്പിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മെഗാ ഒരു റെയ്ഡ് അല്ലെങ്കിൽ ഈ ഒരു മെഗാ തിരച്ചിലിനായി സൈനികരെ വിന്യസിച്ച ഈ ഒരു സാഹചര്യത്തിൽ ആക്രമണത്തിന് ഉപയോഗിച്ച കാറിൻ്റെ ഡ്രൈവറുടെ DNA പരിശോധിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാറിൽ സഞ്ചരിച്ചിരുന്ന യുവാവ് ഫരീദാബാദ് സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഇത് സ്ഥിരീകരിക്കാൻ കാർ ഡ്രൈവറുടെ DNA പരിശോധിക്കാൻ പോവുകയാണ്. പോരാത്തതിന് ഡൽഹി സ്ഫോടന കേസിലെ പ്രതി മുഹമ്മദ് ഉമറിൻ്റെ 2 സഹോദരിമാരും ഉമ്മയുൾപ്പെടെ 12 പേരെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവരുടെ എല്ലാം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് മൊബൈൽ ഫോൺ വഴിയുള്ള അന്വേഷണം വേറെ രീതിയിൽ നടക്കുന്നുണ്ട്. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് ചെങ്കോട്ട 3 ദിവസത്തേക്ക് അടച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷൻ അടച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സുരക്ഷാ കാരണങ്ങളാണ് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മെട്രോ സ്റ്റേഷൻ അടച്ചിടുമെന്ന് DMRC പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം ഇന്നത്തേക്ക് മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റ് മെട്രോ സ്റ്റേഷനുകളിൽ പതിവ് പോലെ പ്രവർത്തിക്കുമെന്നും പറയുന്നു. പഹാൻജ്ഗഞ്ചിലെയും ധര്യൻഗഞ്ചിലെയും ഹോസ്റ്റലുകളിൽ പോലീസുകാർ റെയ്ഡ് നടത്തുകയും 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഡൽഹി ബോംബ് സ്ഫോടന കേസിൽ അതിനിർണായകമായിട്ടുള്ള നടപടിയാണ് ഇത് എന്നുള്ളതാണ് കാര്യം. പഹാർഗഞ്ച്, ദര്യഗഞ്ച് എന്നിവിടങ്ങളിലെ ഹോട്ടലുകളും പരിസര പ്രദേശങ്ങളും രാത്രി മുഴുവൻ ഡൽഹി പോലീസ് അരിച്ചു പിറക്കി. ഹോട്ടൽ രജിസ്റ്ററുകൾ പോലീസ് പരിശോധിച്ചു. പരിശോധനയിൽ സംശയപ്പെടുന്ന 4 പേരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തു. കാറിൻ്റെ യഥാർത്ഥ ഉടമ സൽമാൻ അല്ല എന്ന് ഡൽഹി പോലീസ് കണ്ടെത്തി. അതായത് അന്വേഷണം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ ദേവേന്ദ്ര എന്ന വ്യക്തിക്ക് താൻ കാർ വിറ്റതായി സൽമാൻ വെളിപ്പെടുത്തി. അയാൾ ഹരിയാന സ്വദേശിയായിരുന്നു. ഇപ്പോൾ പോലീസ് ഈ ദേവേന്ദ്രയെ തിരയുകയാണ്. ദേവേന്ദ്ര ഈ കാർ അംബാലയിലുള്ള മറ്റൊരാൾക്ക് വിറ്റതായി പറയപ്പെടുന്നു. അങ്ങനെ കാർ ഓരോ ദിവസവും വിറ്റതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ കാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുറത്തു വരുമ്പോൾ ഈ കാറ് അന്ന് രാത്രി തന്നെ പേര് മാറ്റാനുള്ള ശ്രമം നടത്തി. അതായത് ഈ കാറുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ാണ്. ആക്രമണത്തിൽ ഉപയോഗിച്ച കാർ ബന്ദർപൂർ ബോർഡറിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ഈ i20 ഹരിയാനയും ഡൽഹിയും ബന്ധിപ്പിക്കുന്ന ബന്ദർപൂർ അതിർത്തിയിലൂടെയാണ് ഡൽഹിയിലേക്ക് പ്രവേശിച്ചത്. കാറിന്റെ CCTV പോലീസ് മാപ്പ് ചെയ്യുന്നു. ഡൽഹിയിലെ സ്ഫോടന കാലത്ത് നിന്നുള്ള പ്രഭാത ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. കാരണം ഇപ്പോഴും അവിടെ അന്വേഷണം വലിയ രീതിയിൽ നടക്കുന്നു. ഒരു സമയം പോലും പാഴാക്കാതെ ഡൽഹിയിൽ അന്വേഷണം ശക്തമായി മുന്നേറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.